ദുർമന്ത്രവാദത്തിനെയും ആഭിചാര ക്രിയകളെയും അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന ഒരു ഇന്ത്യൻ ഗ്രാമമുണ്ട്. പേരുകേട്ടാൽ തന്നെ ആളുകൾ ഭയന്നു വിറച്ചിരുന്ന ഗ്രാമം മയോങ്. ആസാമിലെ മോറിഗാവ് ജില്ലയിലെ ബ്രഹ്മപുത്ര നദിക്കരയിലാണ് മയോങ് എന്ന ഈ ചെറുഗ്രാമം. ഇപ്പോൾ ശാന്തസുന്ദരവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലവുമാണ് മയോങ്. എന്നാൽ മയോങ്ങിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റിനെ പോലും ആളുകൾ ഭയന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും മയോങ്ങിന്റെ ദുർമന്ത്രവാദ പാരമ്പര്യം ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. നമ്മുടെ പല ചരിത്ര പുസ്തകങ്ങളിലും മയോങ്ങിന്റെ മന്ത്രവാദത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരു കാലത്ത് വിദേശികൾ ആരുമില്ലാത്ത സ്ഥലമായിരുന്നു മയോങ്. സ്വപ്നത്തിൽ പോലും കടന്നു വരരുതേ എന്ന് മറ്റ് ഗ്രാമക്കാർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം. തൊട്ടടുത്ത ഗ്രാമത്തിലുള്ളവർ പോലും പോകാൻ മടിക്കുന്ന ഗ്രാമം. ഇത്രത്തോളം മയോങ്ങിനെ ഭയപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ: ബ്ലാക്ക് മാജിക്. രക്തം തണുത്തുപോകുന്ന കഥകളാണ് മയോങ്ങിനെ ചുറ്റിപ്പറ്റി കേട്ടിരുന്നത്. ശത്രു സംഹാരത്തിനോ ഇഷ്ടകാര്യ സാധ്യത്തിനോ വരുന്നവർ മാത്രമായിരുന്നു മയോങ്ങിലേക്ക് എത്തുന്ന സഞ്ചാരികൾ. ആവശ്യങ്ങളുമായി എത്തുന്നവർ ഒരിക്കലും നിരാശരാകേണ്ടതുണ്ടായിരുന്നില്ല എന്നത് മയോങ്ങിന്റെ കുപ്രസിദ്ധി ഇരട്ടിയാക്കി. ഇന്നും പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർ ഇരുൾപടരാൻ തുടങ്ങുന്ന മയോങ്ങിലെ വൈകുന്നേരങ്ങളിൽ പൂർവ്വകാല മന്ത്രവാദ ചരിത്രവും തങ്ങളുടെ പൂർവികരുടെ ക്രിയകളെക്കുറിച്ചും കഥ പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഐതിഹ്യങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും മയോങ്ങിനെ കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളുണ്ട്. സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്നാണ് മയോങ്ങിന് ആ പേര് ലഭിച്ചതെന്നും, അല്ല, ഒരു കാലത്ത് നിരവധി ആനകൾ വിഹരിച്ചിരുന്ന പ്രദേശമായിരുന്നു എന്നും, അതുകൊണ്ട് ദിമാസ ഭാഷയിലെ ആന എന്ന അർത്ഥം വരുന്ന മിയോങ് എന്ന വാക്കിൽ നിന്നാണ് മയോങ് എന്ന പേര് ലഭിച്ചതെന്നും വാദങ്ങളുണ്ട്. മണിപ്പൂരിൽ നിന്നുള്ള മൊയാങ് വംശജരുടെ സ്ഥലമായിരുന്നു എന്നും, മൊയാങ് പിന്നീട് മെയ്ഹോങ് ആയെന്നും, മെയ്ഹോങ് പിന്നീട് മയോങ് ആയി എന്നും ഒരു കഥ മയോങ്ങിനുണ്ട്. പേരിന്റെ കഥ എന്തുതന്നെയായാലും മാറ്റമില്ലാത്തത് മയോങ്ങിന്റെ ബ്ലാക്ക് മാജിക് പാരമ്പര്യത്തിനാണ്. മഹാഭാരത യുദ്ധത്തിന് മുൻപ് ഭീമന്റെയും ഹിഡുംബിയുടെയും മകനായ ഘടോത്കചൻ മയോങ്ങിലെത്തിയെന്നും മന്ത്രവാദത്തിലൂടെ ശക്തി നേടിയെന്നുമാണ് മയോങ്ങിലെ മന്ത്രവാദ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയ പരാമർശം. നമ്മുടെ ചരിത്രത്തിലുമുണ്ട് മയോങ്ങിന്റെ ഇരുണ്ട വംശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. 1719 മുതൽ 1748 വരെ ഡൽഹി ഭരിച്ചിരുന്ന മുഹമ്മദ് ഷായുടെ 100,000 വരുന്ന കുതിരപ്പടയാളികളെ മയോങ്ങിൽ വെച്ച് കാണാതെയായിട്ടുണ്ടെന്നാണ് മുഗൾ ചരിത്ര പുസ്തകമായ അലംഗീർ നാമയിൽ പറയുന്നത്. മയോങ്ങിന്റെ ഭയപ്പെടുത്തുന്ന ബ്ലാക്ക് മാജിക്കിന്റെ പൂർവ്വകാലത്തിന്റെ ചിതലെടുക്കാത്ത ഏടാണ് ഈ കഥ. മന്ത്രവാദം മാത്രമല്ല, മൃഗബലിയും നരബലിയും ഒക്കെ മയോങ്ങിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലെ പോലെ മറച്ചു വെക്കേണ്ടതോ ഒളിഞ്ഞിരുന്ന് ചെയ്യേണ്ട ആവശ്യമോ അവർക്കുണ്ടായിരുന്നില്ല. മൃഗബലിക്കും നരബലിക്കും ഉപയോഗിച്ചതെന്ന് കണക്കാക്കുന്ന നിരവധി ആയുധങ്ങൾ മയോങ്ങിന്റെ പല ഭാഗത്തു നിന്നും ആർക്കിയോളജിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ചികിത്സ, ഭാവി പ്രവചനം എന്നിങ്ങനെ മയോങ്ങിന്റെ നിത്യജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു മന്ത്രവാദം. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ലഭ്യമല്ലാതിരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമറിയാത്ത കാലത്ത് അസുഖങ്ങളുടെ ചികിത്സയും മന്ത്രവാദത്തിലൂടെ ആയിരുന്നു. ദുരാത്മാക്കളാണ് അസുഖങ്ങൾ വരുത്തുന്നതെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു. അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഭാവി പ്രവചനവുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഓജയാണ്. കേരളത്തിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെട്ടിരുന്ന ഒടിവിദ്യയ്ക്ക് സമാനമായ വിദ്യകൾ മയോങ്ങിലും നിലനിന്നിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. മനുഷ്യരെ മൃഗങ്ങളാക്കിയും മൃഗങ്ങളെ മനുഷ്യരാക്കിയും മയോങ്ങിലെ മന്ത്രവാദികൾ മാറ്റിയിരുന്നുവെന്നാണ് കഥകൾ. നിന്ന നിൽപ്പിൽ മനുഷ്യരെ വായുവിൽ അലിയിച്ചു കളയാൻ തക്ക മിടുക്കുള്ളവരായിരുന്ന തങ്ങളുടെ പൂർവികരെന്ന് മയോങ്ങുകാർ ഇന്നും അഭിമാനത്തോടെ പറയുന്നു. മയോങ്ങിന്റെ ഈ കഥകളൊക്കെ കേട്ട് മയോങ്ങിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്നാൽ ധൈര്യമായി ചെയ്തോളൂ. 1 ഹോൺഡ് റൈനോസ് ഉള്ള പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി മയോങ്ങിന്റെ അടുത്താണ്. ആന സഫാരിയും കാടിന്റെ ഭംഗി ആസ്വദിച്ചുള്ള സ്റ്റേയും ഒക്കെ പൊബിറ്റോ സഞ്ചാരികൾക്കായി കാത്തുവെച്ചിരിക്കുന്നു.